ശിവഭഗവാനെ, ഇതാ കുട്ടികൾ കൊണ്ടുവന്ന യന്ത്രമല്ലേ? ഇതെങ്ങനെ അഴിഞ്ഞ് നിലത്ത് വീണു? പിഴച്ചത് എനിക്കോ ആ കുട്ടികൾക്കോ? തെറ്റുപറ്റി, വലിയ തെറ്റുപറ്റി. ആ കുഞ്ഞിന്റെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ ഭഗവാനെ. അവിടെ ആദിവാസി ഗോത്രങ്ങളുടെ എന്തോ ദേവത ഉണ്ടെന്നാ തോന്നുന്നത്. രോഹിത്, രോഹിത്തിന് കാട്ടിത്തരാൻ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സുസ്മിതേ? ദേ, അവരൊന്നും അറിയണ്ട. എന്റെ കൂടെ വാ. സുസ്മിതേ, പ്രദക്ഷിണം. അത് അവര് ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ പഴഞ്ചനാവില്ലേ രോഹിത്? നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇങ്ങനെയായി. പേണങ്ങണ്ട, ഞാൻ വരാം. എങ്ങോട്ടാ? നല്ല ഭംഗിയുള്ള സ്ഥലാ. അങ്ങോട്ടോ? കുറച്ചു മേളിലേക്ക് കയറണമെന്നേ ഉള്ളൂ. ദേ അവിടെ. നമുക്കിത് അവിടെ വരെ ഒന്ന് പോവാം. ഒന്ന് പിടിച്ചേ രോഹിത്. ദാ അങ്ങോട്ട് നോക്കി. അല്ല, സുസ്മിതയും രോഹിത്തും എവിടെ? റൊമാൻസുമായിട്ട് എവിടെയെങ്കിലും മാറി നിൽപ്പുണ്ടാവും. ഞാനേ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവരിത് വേണ്ട വിഷ്ണുട്ടാ. അല്ല പ്രീതി, അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനല്ലേ അമ്മ അവരെ നമുക്കൊപ്പം അയച്ചേ. അതിനിടയിൽ നമ്മൾ എന്തിനാ വെറുതെ കട്ടുറുമ്പാവുന്നേ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ നിമിഷങ്ങൾ കടന്നു പോവാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവാ. അതെങ്ങനെ പറ്റും?
പറ്റണം. ഈ നിമിഷം നിശ്ചലമാകണം. ഭൂമിയുടെ സർവ്വ സൗന്ദര്യവും ഒത്തുചേരുന്ന ഈ സ്ഥലത്ത് എന്റെ രോഹിത്തിന്റെ തോളിൽ മുഖം ചായ്ച്ച് യുഗാന്തരങ്ങളോളം കഴിയണം. ഈ ഭൂമി എന്തുകൊണ്ട് നിശ്ചലമായെന്ന് ദേവതകൾ ദൈവത്തോട് ചോദിക്കുമ്പോ ഇവിടേക്ക് കൈ ചൂണ്ടി അദ്ദേഹം പറയണം രോഹിത്തിന്റെയും സുസ്മിതയുടെയും പ്രണയം അനശ്വരമാക്കാനാണെന്ന്. ആകാശവിധാനങ്ങളിലിരുന്ന് ഗന്ധർവന്മാരും അപ്സരസുകളും ഒരു ശില്പം പോലെ നിൽക്കുന്ന നമ്മളെ നോക്കി അസൂയപ്പെടണം. ആഗ്രഹം കൊള്ളാം, പക്ഷേ അത് നടക്കില്ലല്ലോ. പക്ഷേ ഈ നിമിഷത്തെ നിശ്ചലമാക്കാൻ ഒരു വഴിയുണ്ട്. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? അത് കാണുമ്പോ അറിയാതെ ഈ നിമിഷം മനസ്സിലേക്ക് ഓടിയെത്തും. അത് കൊള്ളാം, നല്ല ഐഡിയ. ഫോണിങ്ങി താരോ, ഞാൻ എടുക്കാം. അമ്മയാണല്ലോ. എടുക്കടി. ഹലോ അമ്മേ. മോളെ, ഹലോ 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 ഹലോ. അയ്യോ, റേഞ്ച് ഇല്ല, കട്ടായി. ഹലോ, സിഗ്നൽ തീരെ വീക്കാ. ഞാനേ സിഗ്നൽ കിട്ടുന്ന സ്ഥലത്ത് പോയി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അധികം ദൂരമൊന്നും പോണ്ടേ? ഇനി രോഹിത്തിന്റെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് വേണം എനിക്ക്. ഫോണിൽ സ്ക്രീൻ സേവർ ഇടാനാ. ആ പാറപ്പുറത്തൊന്ന് കയറി നിൽക്കാവോ? അതാവുമ്പോ നല്ല വ്യൂ കിട്ടും. പിന്നെന്താ? രോഹിത്, കുറച്ചുകൂടെ നീങ്ങി നിൽക്കാവോ? രോഹിത്, ഒരു സ്റ്റെപ്പ് കൂടി. പൊടിക്കൂടെ പിന്നിൽ നിൽക്കോ? രോഹിത്, ഇപ്പോഴാ ഫ്രെയിം ശരിയായത്. സിഗ്നൽ കട്ടായി കിടക്കാണല്ലോ. ഒരല്പം കൂടെ പിന്നിലേക്ക് നിൽക്കാവോ? നല്ല ഇടി വെട്ട് ഫോട്ടോ ഇട്ടു.
ഇതിനപ്പുറത്തേക്ക് പോയാൽ ഞാൻ വീഴും സുസ്മിതേ. എന്താ എന്തു പറ്റി? അല്ല ബട്ടൺ ഞാൻ തരാം. കിട്ടുന്നില്ലല്ലോ. എത്ര സമയം ഇങ്ങനെ നിന്നാലും എനിക്ക് മതിയാവില്ല രോഹിത്. ദൈവം പോലും അസൂയപ്പെടുന്നുണ്ടാവും നമ്മുടെ ഈ സ്നേഹം കണ്ടിട്ട്. ബട്ടൺ അപ്പോ ശരി രോഹിത്. എന്താ സുസ്മിതേ? പോയി ചാവടാ നീ. സുസ്മിതേ! ഇത്രേ ഉള്ളൂ. സുസ്മിതേ! സുസ്മിതേ, നീ എന്നെ ഈ കാണിച്ച സ്നേഹമല്ലെന്ന് അഭിനയമായിരുന്നല്ലേ? അതേടാ, അഭിനയം തന്നെയായിരുന്നു. 100% എന്റെ പിന്നാലെ വന്നപ്പോ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ, മരണത്തെ നീ എരന്നു വാങ്ങുന്നതെന്ന്. കൊല്ലരുതെന്നെ. എന്റെ അമ്മയ്ക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും കൊല്ലുന്നില്ലല്ലോ, നീ തനിച്ചു പോവല്ലേ. നിന്റെ കൈ തന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. നീ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ, ഞാൻ ബന്ധം ഒഴിഞ്ഞേക്കാം. നിന്റെ പിന്നാലെ ഞാൻ ഒരിക്കലും വരില്ല. പ്ലീസ് എന്നെ കൊല്ലരുത്. എന്റെ ജീവൻ മാത്രം നീ വിട്ടു തന്നാ മതി. എന്നെ രക്ഷിക്ക്. ഇവിടെ നടന്നൊന്നും ആരും അറിയില്ല. സുസ്മിത, എന്റെ കൈ കൊഴിയുന്നു. പ്ലീസ്. ഇനി നീ എന്റെ പിന്നാലെ വരില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പു സുസ്മിത. എന്റെ അമ്മയാണ് സത്യം. എന്നെ രക്ഷിക്ക് പ്ലീസ്. എന്നെ രക്ഷിക്ക് സുസ്മിത, എന്നെ രക്ഷിക്ക്. ശരി, ഇനി നീ ചെയ്യാൻ പോകുന്നതോ ചെയ്യാതിരിക്കുന്നതോ ആയ കാര്യങ്ങളല്ലേ നീ പറയുന്നത്? അപ്പോ ഇതുവരെ ചെയ്തതോടാ പട്ടി.
സുസ്മിത, സുസ്മിത. വിഷ്ണുവേട്ടന്റെ പെണ്ണാടാ ഞാൻ. ആ എന്റെ കഴുത്തിലെ താലി എന്ന കൊലക്കയർ കെട്ടി നീ എന്റെ ജീവിതം അശുദ്ധമാക്കിയത്. സുസ്മിത, നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനും വേണോടെ യോഗ്യത. നിന്റെ കോഴിക്കോട് പോലുള്ള വീട്ടിൽ എന്നെ കൊണ്ടുപോയി ഇട്ടതിന് സോറി മോനെ. കാലം പാസ്പോർട്ട് അടിച്ചു പോയി. വിസ ഞാൻ തന്നേക്കുവാ നിനക്ക്. സോറി പത്മാവതി. ഭർത്താവിന്റെ മരണത്തിന് പകരം ചോദിച്ച് മകനെ എന്റെ പിന്നാലെ വിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവനെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വിനാശകാലേ വിപരീത ബുദ്ധി. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ. സുസ്മിതേ, ഇവളെല്ലാം കണ്ടോ? നിക്കടി പ്രീതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്ന് പറയണ്ടടി. നിക്കടി അവിടെ. പ്രീതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്രീതി നിക്ക. നീ എങ്ങോട്ടായി ഓടുന്നേ? രോഹിത് ആ സൂയിസൈഡ് പോയിന്റിന്റെ താഴേക്ക് വീണു പ്രീതി. രക്ഷിക്കാൻ ഞാൻ ആവതും നോക്കിയതാ. പക്ഷെ നീ ചതിക്കുവായിരുന്നല്ലേടി പ്രീതി. ഞാനെല്ലാം കണ്ടടി. നിനക്ക് രക്ഷയില്ല. ഞാനിത് എല്ലാരോടും പറയും. പ്ലീസ് ഇവളെന്താ വിളിയാകാത്തെ? ഞാൻ പറഞ്ഞത് അവളോട് ദൂരേക്കൊന്നും പോട്ടാത്. ഇവിടെ താൻ വെറുതെ ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം. പ്രീതി, 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 പ്രീതി നിക്കാൻ. വിഷ്ണുട്ടാ, എടി നിക്കടി അവിടെ. പ്രീതി നിക്കാൻ. പ്രീതി നിക്ക. പ്രീതി, 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 പ്രീതി,
പ്രീതി എഴുന്നേക്ക്. പ്രീതി പ്രീതി നിനക്കൊന്നും സംഭവിക്കല്ലേ. നീ കൂടെ ചത്തുപോയാ പിന്നെ ആരാ രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത്? ഈ സുസ്മിതയാണെന്ന് പറയാൻ. പ്രീതി എണീക്കടി. അങ്ങനെ ചത്തു പോലെ. എഴുന്നേക്കാൻ എഴുന്നേക്ക്. എടി എടി ചത്തോ നീ? ചാവല്ലേ. രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടത് ഈ സുസ്മിതയാണ് പറയേണ്ടത് നിനക്ക്. ഇത്രയും കാലം സ്നേഹം നടിച്ച സുസ്മിത എല്ലാരും ചതിക്കായിരുന്നെന്ന് പറയണ്ടേ നിനക്ക്? കണ്ണു തുറക്കടി. വിഷ്ണുവേട്ടനോടും ഭാമാന്റിയോടും എല്ലാം തുറന്നു പറഞ്ഞ് എനിക്കുള്ള ശിക്ഷ വാങ്ങിത്തരണ്ടേ? എനിക്ക് ജയിലും കൊലക്കയറും ഒക്കെ വാങ്ങിത്തരണ്ടേ? എണീക്കടി. എടി എഴുന്നേക്കാൻ. പ്രീതി പ്രീതി ചത്തില്ലേ നീ? നിന്നെ ഞാൻ ശരിയാക്കി തരാടി. ചാവടി. പ്രീതി പ്രീതി എടി ചത്തോടി നീ. ചത്തോന്ന്. പ്രീതി 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 നമുക്കിത് അവിടെ നോക്കാം. വാ. പ്രീതി ചത്തുപോ നീ.